وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, ഇബ്നു ഖയ്യിം റഹിമഹുള്ളയുടെ അദ്ദാഉ വദ്ദവാ എന്ന കിതാബിൽ നാം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള റജാ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഹുസ്നുൽ ദന്ന് വെച്ചുകൊണ്ട് തിന്മകളിൽ മുഴുകുന്ന ആളുകൾ അവർ മനസ്സിലാക്കേണ്ട ചില ഹദീസുകളും അതുപോലെ അല്ലാഹുവിലുള്ള വിശ്വാസമുള്ള ആളുകൾ തന്നെയും അതിനെതിരായിട്ടുള്ള കർമ്മങ്ങളിൽ വീഴാനുള്ള കാരണങ്ങളുമാണ് പറഞ്ഞത്. നേരത്തെ ഫസ്ലിൽ അൽ ഫർഖ് ബൈന ഹുസ്നുൽ ദന്നി വൽ ഗുറൂർ, നേരത്തെ പറഞ്ഞ ഒരു കാര്യം തന്നെ ഒന്നുകൂടി ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് എടുത്തു പറയാം. അള്ളാഹുവിലുള്ള ഹുസ്നുൽ ദന്നും അതുപോലെ തന്നെ ആളുകൾ അള്ളാഹുവിനെ കുറിച്ച് നല്ല ചിന്തയുണ്ട്, പ്രതീക്ഷയുണ്ട് എന്നതിനെ തൊട്ട് വഞ്ചിക്കപ്പെട്ട് അത് തെറ്റായ രീതിയിൽ മനസ്സിലാക്കി വഞ്ചിക്കപ്പെട്ടവും തമ്മിലുള്ള വ്യത്യാസമാണ് ഇതിൽ പറയുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, മുൻപ് നമ്മൾ പറഞ്ഞു ഹുസ്നുൽ ദന്നും ഗുറൂറും തമ്മിലുള്ള വ്യത്യാസങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് മനസ്സിലാക്കേണ്ടത് അതിൽ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് നല്ല ചിന്ത വെക്കലാണ് യഥാർത്ഥത്തിൽ ഹുസ്നുൽ ദന്ന് എന്ന് പറയുന്നത്. എന്നാൽ തിന്മകളിൽ മുഴുകിക്കൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് എനിക്ക് നല്ല ചിന്തയുള്ളവനാണെന്ന് പറയുന്നത് ഗുറൂറാണ്. എന്നിട്ട് ഇബ്നു ഖയ്യിം പറയുന്നു, വഹുസ്നുൽ ദന്നി ഹുവ റജാ. ഹുസ്നുൽ ദന്ന് എന്ന് പറഞ്ഞാൽ അത് റജാ ആണ്, അള്ളാഹുവിലുള്ള പ്രതീക്ഷയാണ്. ഫമൻ കാന റജാഉഹു ഹാദിയൻ ഇല ത്വാഅ, ഒരാളുടെ ആ പ്രതീക്ഷ അള്ളാഹുവിലുള്ള പ്രതീക്ഷ അള്ളാഹുവിനെ അനുസരിക്കുന്നതിലേക്ക് നയിക്കുകയും വസാജിറൻ ലഹു അനിൽ മഅസിയ, തിന്മകളിൽ നിന്ന് അകറ്റുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഫഹുവ റജാഉൻ സഹീഹുൻ, അത് ശരിയായ പ്രതീക്ഷയാണ്. വമൻ കാനത് ബതാലതുഹു റജാഅൻ വറജാഉഹു ബതാലതൻ വതഫ്രീതൻ ഫഹുവൽ മഗ്റൂർ, എന്നാൽ ഒരുത്തൻ എല്ലാം പാഴാക്കി തിന്മകളിലായിക്കൊണ്ട് അള്ളാഹുവിൽ പ്രതീക്ഷ വെക്കുകയാണെങ്കിൽ അത് മഗ്റൂറാണ്, കബളിപ്പിക്കപ്പെട്ടവനാണ്. എന്നിട്ട് ഇബ്നു ഖയ്യിം ഒരു ഉദാഹരണം കൊടുക്കുകയാണ് അത് മനസ്സിലാകാൻ. വലൗ അന്ന റജുലൻ ولو أن رجلا كانت له أرض يؤمل أن يعود عليه من مغلها ما ينفعه, ഒരു വ്യക്തി അവന് ഒരു സ്ഥലമുണ്ട്, ആ സ്ഥലത്ത് അവൻ നല്ല വിളവ് നടക്കണം, നല്ല കൃഷി ലഭിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഫഹ്മലഹ വലം യബ്ദുർഹ വലം യഹ്റുസ്ഹ, അവൻ പക്ഷെ എന്ത് ചെയ്യുന്നില്ല, അവിടെ വിത്ത് നടുകയോ അല്ലെങ്കിൽ അതിന് കൃഷിക്ക് ആവശ്യമായ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. وحسن ظنه بأنه يأتي من مغلها ما يأتي من غير حرث وبذر وسقي وتعاهد الأرض لعدة الناس من أسفه لعده الناس من أسفه السفهاء. അപ്പോ ഇതൊന്നും ചെയ്യാതെ അവൻ വിചാരിക്കുകയാണ് അതിൽ നിന്ന് നല്ല കായ്കനികൾ വരും, വിളവെടുക്കാൻ പറ്റും, കൃഷി ഇടുന്നില്ല, ഒന്നുമില്ല. അങ്ങനെയുള്ള ആളുകൾ എന്താ കണക്ക് കൂട്ടുക, അവൻ ജനങ്ങളിൽ വെച്ച് വിഡ്ഢിയാണെന്ന്. അതുപോലെയാണ് സൽക്കർമ്മങ്ങളില്ലാതെ അള്ളാഹുവിനെ കുറിച്ച് ഹുസ്നുൽ ദന്ന് വെക്കുക. മുമ്പ് പറഞ്ഞ ഒരായത്തിനെ വീണ്ടും അദ്ദേഹം എടുത്തു പറയുകയാണ്. സൂറത്തുൽ ബഖറയിലെ 218 ആയത്തിൽ അള്ളാഹു പറഞ്ഞു, ഇന്നല്ലദീന ആമനു വല്ലദീന ഹാജറു വജാഹദു ഫീ സബീലില്ലാഹ്, ഈമാനുള്ളവർ അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല മാർഗത്തിൽ ഹിജ്റ പുറപ്പെട്ടവർ അതുപോലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവർ, ഉലൈക യർജൂന റഹ്മത്തല്ലാഹ്, അവരാണ് അള്ളാഹുവിന്റെ കാരുണ്യത്തെ പ്രതീക്ഷിക്കുന്നത്. ഫതഅമ്മൽ, നിങ്ങൾ ചിന്തിക്കണം, കൈഫ ജഅല റജാഅഹും ഇത്യാനഹും ബിഹാ ഫീ ത്വാഅത്ത്, ഈ അനുസരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ പ്രതീക്ഷയെ കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ അള്ളാഹുവിലുള്ള പ്രതീക്ഷയാണ് ഹുസ്നുൽ ദന്ന് എന്ന് പറയുന്നത്. അത് ആർക്കേ ഉണ്ടാവുകയുള്ളൂ, അതിന് ആവശ്യമായിട്ടുള്ള അസ്ബാബുകളെ സൽക്കർമ്മങ്ങളെ ചെയ്യുന്നവർക്കേ ഉള്ളൂ. അടുത്ത ഫസ്ൽ പറഞ്ഞത് ലവാസിമുർ റജാ, റജാ നമ്മൾ അള്ളാഹുവിൽ പ്രതീക്ഷ വെക്കുന്നുണ്ടെങ്കിൽ ആ ഒരുവന് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളാണ്. അള്ളാഹുവിൽ പ്രതീക്ഷ വെക്കുന്ന ഒരുവന് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ. ومما ينبغي أن يعلم أن من رجا شيئا استلزم رجاؤه ثلاثة أمور, ഒരാൾ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിൽ, ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, ഒരാളിൽ പ്രതീക്ഷ വെക്കുന്നുണ്ട് എങ്കിൽ, അത് ലഭിക്കണമെന്നുള്ള പ്രതീക്ഷയുണ്ടെങ്കിൽ 3 കാര്യങ്ങൾ നിർബന്ധമായവനുണ്ടായിരിക്കണം.
ഒന്നാമത്തേത് അഹദുഹാ മഹബ്ബതു മാ യർജു, അവൻ എന്താണോ ആ പ്രതീക്ഷിക്കുന്നത് അതിനോടുള്ള ഹുബ്ബ് അവനുണ്ടായിരിക്കണം. അപ്പൊ അള്ളാഹുവിലാണ് പ്രതീക്ഷ വെക്കുന്നതെങ്കിൽ അതുണ്ടായിരിക്കണം. വസ്സാനി, രണ്ടാമത്തേത് ഖൗഫുഹു മിൻ ഫവാതിഹി, അത് നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയം ഉണ്ടായിരിക്കണം. ഒരാൾ പ്രതീക്ഷ വെക്കുന്നുണ്ടെങ്കിൽ അതിനോട് ഇഷ്ടമുണ്ടായിരിക്കണം, നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയം ഉണ്ടായിരിക്കണം. അസ്സാലിസ്, മൂന്നാമത്തേത് സഅയുഹു ഫീ തഹ്സീലിഹി ബിഹസ്ബിൽ ഇംകാൻ, അത് നേടിയെടുക്കാൻ, എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് നേടിയെടുക്കാൻ അവന്റെ കഴിവിന്റെ പരമാവധി അവൻ പരിശ്രമിക്കുകയും വേണം. എന്നാൽ മാത്രമേ ഒരുത്തന്റെ റജാ ശരിയാവുകയുള്ളൂ. വഇമ്മാ റജാഉൻ ലാ യുഖാരിനുഹു ശൈഉൻ മിൻ ദാലിക്, ഈ മൂന്ന് കാര്യങ്ങളിൽ ഒന്നില്ലാതെയാണ് ഒരുത്തൻ പ്രതീക്ഷ വെക്കുന്നുണ്ടെങ്കിൽ ഫഹുവ മിൻ ബാബിൽ അമാനി, അത് അമാനിയിൽപ്പെട്ടതാണ്. അമാനി എന്ന് പറഞ്ഞാൽ വ്യാമോഹം, ഒരു ആവശ്യമില്ലാത്ത മോഹങ്ങൾ, ഒരു അടിസ്ഥാനമില്ലാത്ത മോഹങ്ങൾ, അതിനാണ് അമാനി എന്ന് പറയുക, അതിൽപ്പെട്ടതായിരിക്കും. വറജാഉ ശൈഉൻ വൽ അമാനി ശൈഉൻ ആഖർ, പ്രതീക്ഷ വെക്കുക എന്നുള്ളത് ഒരു കാര്യവും, എന്നാൽ അമാനി വ്യാമോഹങ്ങൾ, വെറുതെ മോഹിക്കുക എന്നുള്ളത് വേറൊരു കാര്യവുമാണ്. ഫകുല്ലു റാജിൻ ഖായിഫുൻ, എല്ലാ പ്രതീക്ഷ വെക്കുന്നവനും യഥാർത്ഥത്തിൽ ഭയപ്പെടുന്നവനാണ്. അതായത് റജാ എന്നുള്ളതിന് ഒരർത്ഥം വരുന്നത് അതിൽ ഭയം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാണ്. വസായിറു അലാ ത്വരീഖ ഇദാ ഖാഫ അസ്റഅ അസ്സൈറ മഖാഫത്തൽ ഫവാത്, അതെങ്ങനെയാണ്? ഒരാൾ ഇപ്പോൾ ഒരു യാത്രയിൽ പോവാണ്, എന്തെങ്കിലും പ്രതീക്ഷിച്ച ഒരു യാത്രയിൽ ഇറങ്ങി പോവാണ്. പക്ഷേ ആ യാത്രയിൽ അവൻ വേഗത്തിൽ പോകും. എന്തിനു വേണ്ടിയിട്ടാണ്? അവൻ പ്രതീക്ഷിക്കുന്ന കാര്യം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം കാരണത്താൽ. അതായത് റജാ എന്നുള്ളത് ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി എന്നതിനെല്ലാം തഫ്സീറുകളിൽ മുഫസ്സിരീങ്ങൾ അർത്ഥം പറഞ്ഞത് ഖൗഫാണ്. ഒരു കാര്യം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ്? അത് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമുള്ളവരായിരിക്കും. അപ്പൊ റജാ എന്ന് പറഞ്ഞാൽ ഖൗഫും കൂടി ഉൾക്കൊണ്ടിട്ടുള്ള കാര്യമാണ്. വഫി ജാമിഇ തിർമിദി, തിർമിദി ഉദ്ധരിച്ച ഹദീസിൽ മിൻ ഹദീസി അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാഫ അദ്ലജ, ആരാണോ ഭയപ്പെടുന്നത് അവൻ നേരത്തെ പുറപ്പെടും. അദ്ലജ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ രാത്രിയുടെ അവസാനത്തിലുള്ള രാത്രിയുടെ ആദ്യ ഭാഗം അല്ലെങ്കിൽ രാത്രിയുടെ അവസാനത്തിൽ ഫജ്റിന് മുമ്പുള്ള ആ സമയത്തിനാണ് ദുൽജ എന്ന് പറയുക. അപ്പോൾ ഒരു യാത്ര പുറപ്പെടുന്ന ആള് ആ യാത്ര നേരത്തെ എത്തണം. അതില് വഴിയിൽ കൊള്ളക്കാരോ മറ്റോ ഒന്നും പിടികൂടാൻ പാടില്ല, അല്ലെങ്കിൽ തടസ്സങ്ങൾ ഉണ്ടാകും. അങ്ങനെയുള്ള ആളുകൾ അദ്ലജ, നേരത്തെ പുറപ്പെടും. വമൻ അദ്ലജ ബലഗൽ മൻസിൽ, ആരാണോ നേരത്തെ പുറപ്പെടുന്നത് അവൻ അവന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തുകയും ചെയ്യും. അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ, നിങ്ങൾ അറിയണം അള്ളാഹുവിന്റെ ചരക്ക് അത് വില കൂടിയതാണ്. അലാ ഇന്ന സിൽഅത്തല്ലാഹി അൽ ജന്ന, നിങ്ങൾ മനസ്സിലാക്കണം അള്ളാഹുവിന്റെ ചരക്ക് അത് സ്വർഗമാണ്. അതായത് ഈ യാത്ര ഉദ്ദേശിച്ച എന്താ? അള്ളാഹുലേക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയിട്ടുള്ള അനുഗ്രഹങ്ങളിലേക്കുള്ള യാത്രയാണ്. അങ്ങനെ ഉദ്ദേശിക്കുന്ന ആളുകൾ, പ്രതീക്ഷിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അതെനിക്ക് നഷ്ടപ്പെടുമോ എന്ന ഭയം ഉള്ള ആളുകളായിരിക്കും. وهو سبحانه كما جعل الرجاء لأهل الأعمال الصالحة وكذلك جعل الخوف لأهل الأعمال الصالحة. എന്നിട്ട് ഇബ്നു ഖയ്യിം പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് റജാ വെച്ചതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ഭയവും വെച്ചിട്ടുണ്ട്. فعلم أن الرجاء والخوف النافع هو ما اقترن به العمل الصالح. ഉപകാരപ്രദമായിട്ടുള്ള പ്രതീക്ഷയും ഉപകാരപ്രദമായിട്ടുള്ള ഭയവും അത് ബന്ധപ്പെട്ട് കിടക്കുന്നത് സൽക്കർമ്മങ്ങളിലാണ്. ഖാല തആല, അല്ലാഹു പറഞ്ഞു, ഇന്നല്ലദീന ഹും മിൻ ഖശ്യതി റബ്ബിഹിം മുശ്ഫിഖൂൻ, സൂറത്തുൽ മുഅ്മിനൂനിലെ 57 മുതൽ 61 വരെയുള്ള ആയത്തുകളാണ്. വല്ലദീന ഹും ബിആയാതി റബ്ബിഹിം യുഅ്മിനൂൻ, മുഅ്മിനീങ്ങളെ പറ്റി പറയാണ്, അവർ അല്ലാഹുവിനെ കുറിച്ച് ഭയമുള്ളവരാണ്, അതുപോലെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ വിശ്വസിക്കുന്നവരാണ്. വല്ലദീന ഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ, അവർ അള്ളാഹുവിന് പങ്കു ചേർക്കാത്തവരാണ്. വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജില അന്നഹും ഇലാ റബ്ബിഹിം യർജിഊൻ, അവർ നൽകേണ്ടതെല്ലാം നൽകുന്നവരാണ്, അഥവാ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുന്നവരാണ്, ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരാണ്, എല്ലാം പ്രവർത്തിക്കുന്നവരാണ്. വഖുലൂബുഹും വജിലത്തുൻ, പക്ഷെ അവരുടെ ഖൽബ് ഭയത്തോടു കൂടിയായിരിക്കും ചെയ്യുക. അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, അള്ളാഹുലേക്ക് മടങ്ങേണ്ടവരാണല്ലോ എന്നത്. ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത് വഹും ലഹാ സാബിഖൂൻ, അവരാണ് നന്മയിൽ മുന്നേറിയിട്ടുള്ളവർ, അവരാണ് മുൻകടന്നവരെന്ന് പറഞ്ഞു. ഈ ആയത്തിനെ സംബന്ധിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, സഅൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഹാദിഹിൽ ആയ, ഈ ആയത്തിനെ കുറിച്ച് ഞാൻ റസൂലിനോട് ചോദിച്ചു.
ഫഖുൽതു, എന്നോട് പറഞ്ഞു, അല്ല ആയിഷ ബീവി പറയാണ്, ഞാൻ ചോദിച്ചു, അഹുമുല്ലദീന യശ്റബൂനൽ ഖംറ വയസ്നൂന വയസ്റഖൂൻ, റസൂലെ ഇത് മദ്യപിക്കുന്ന ആളുകളും അതുപോലെ വ്യഭിചരിക്കുന്നവരും കട്ടെടുക്കുന്നവരുമായിട്ടുള്ള ആളുകളാണോ ഈ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടും ഭയപ്പെടുന്ന ആളുകൾ എന്ന് ചോദിച്ചു. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യാ ബിൻത സിദ്ദീഖ്, അല്ല സിദ്ദീഖിന്റെ മകളെ, വലാകിന്നഹുമുല്ലദീന യസൂമൂന വയുസല്ലൂന വയതസദ്ദഖൂൻ, അവർ നോമ്പ് നോൽക്കുന്നവരാണ്, നിസ്കരിക്കുന്നവരാണ്, ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. വയഖാഫൂന അല്ലാ തുതഖബ്ബല മിൻഹും, അവർ ഭയപ്പെടുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്ന് അത് സ്വീകരിക്കില്ല. ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവരാണ് സൽക്കർമ്മങ്ങളിൽ മുന്നിട്ട ആളുകൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇവിടെ പറഞ്ഞ വിഷയം, ഒരാൾക്ക് ഭയവും പ്രതീക്ഷയും അള്ളാഹുലുണ്ട് എങ്കിൽ അത് സൽക്കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. അതല്ലാത്ത രീതിയിലുള്ള ഭയമോ പ്രതീക്ഷയോ തെറ്റായിട്ടുള്ള കാര്യമാണ്. കാരണം എന്നിട്ട് ഇബ്നു ഖയ്യിം പറഞ്ഞു, വല്ലാഹു സുബ്ഹാനഹു വസഫ അഹ്ല السعادة بالإحسان مع الخوف ووصف الأشقياء بالإساءة مع الأمن. അള്ളാഹു സുബ്ഹാനഹു വ തആല സൗഭാഗ്യത്തിന്റെ ആളുകളെ, വിജയിച്ച ആളുകളെ പറഞ്ഞത് അവർ നന്മ ചെയ്യുന്നതിനോടൊപ്പം ഭയമുള്ളവരായിരിക്കും. എന്നാൽ നഷ്ടക്കാരെ പറ്റി പറഞ്ഞത് അവര് തിന്മ ചെയ്യുന്നവരോടൊപ്പം നിർഭയരായിട്ടുള്ള ആളുകളുമായിരിക്കും. വമൻ തഅമ്മല അഹ്വാല الصحابة വജദഹും ഫീ ഗായത്തിൽ അമലി മഅ ഗായത്തിൽ ഖൗഫ്. നീ നോക്കി, നമുക്ക് എല്ലാത്തിനും മാതൃകയായിട്ടുള്ള സ്വഹാബാക്കളുടെ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അവർ അങ്ങേയറ്റം സൽക്കർമ്മങ്ങൾ ചെയ്യുമായിരുന്നു, പക്ഷെ അതോടൊപ്പം തന്നെ അവർ നിർഭയരായി, ഞങ്ങൾ രക്ഷപ്പെട്ടു എന്നുള്ള അവസ്ഥയല്ല, അവർക്ക് ഭയവും ഉണ്ടായിരുന്നു. വനഹ്നു, പക്ഷെ നമ്മുടെ അവസ്ഥ എന്താണ്? ജമഅനാ ബൈന തഖ്സീർ വൽ തഫ്രീദ് വൽ അംൻ. നമുക്ക് നമ്മുടെ അമലുകളൊക്കെ കുറവാണ്, നമ്മൾ കുറച്ച് ചെയ്യുന്നുള്ളൂ, പാപങ്ങൾ സംഭവിക്കുന്നുണ്ട്, പക്ഷെ എന്നിട്ടും നമ്മൾ എന്താണ്? നിർഭയരായിട്ട് നിൽക്കുകയാണ്. ഫഹാദ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ച് നോക്ക്, യഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു, വദിത്തു അന്നി ശഅറത്തുൻ ഫി ജംബി അബ്ദിൻ മുഅ്മിനിൻ, ഒരു മുഅ്മിനിന്റെ ശരീരത്തിലെ ഒരു രോമമായിട്ട് ഞാൻ മാറിയിരുന്നെങ്കിൽ, അഥവാ അത്രയും നിസ്സാരമായിട്ട് ഞാൻ അങ്ങോട്ട് ഇല്ലാതായിരുന്നെങ്കിൽ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്. വദുകിറ അൻഹു അന്നഹു കാന യുംസികു ബിലിസാനിഹി വയഖൂൽ, അബൂബക്കർ സിദ്ദീഖ് നാവ് പിടിച്ചുകൊണ്ട് പറയാറുണ്ടായിരുന്നു, ഹാദല്ലദി ഔറദനി അൽ മവാരിദ്, എല്ലാവിധ അബദ്ധങ്ങളും അപകടങ്ങളും കൊണ്ടുവരുന്ന ഈ ഒരു കാര്യമാണെന്ന്. വകാന യബ്കി കസീറൻ, അദ്ദേഹം ധാരാളം കരയുമായിരുന്നു. വയഖൂൽ, എന്നിട്ട് പറയുമായിരുന്നു, ഉബ്കൂ ഫഇല്ലം തബ്കൂ ഫതബാകൂ, നിങ്ങൾ കരയുക, നിങ്ങൾക്ക് കരയാൻ പറ്റുന്നില്ലെങ്കിൽ അഭിനയിച്ചെങ്കിലും നിങ്ങൾ കരയുക. അതായത് ഒറ്റയ്ക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾക്ക് കരയാൻ പറ്റുന്നില്ല എങ്കിൽ കരയുന്നത് പോലെ കാണിച്ചിട്ടെങ്കിലും അള്ളാഹുവിന്റെ മുമ്പിൽ പൊട്ടിക്കരയാൻ നിങ്ങൾ പരിശ്രമിക്കുക. വകാന ഇദാ ഖാമ ഇല സ്വലാ കഅന്നഹു ഊദുൻ മിൻ ഖശ്യത്തില്ലാ, അദ്ദേഹം നിസ്കാരത്തിന് നിന്ന് കഴിഞ്ഞാൽ ഒരു ചലനവുമില്ലാതെ ഉറച്ചു നിൽക്കുന്ന അവസ്ഥയിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം കാരണത്താൽ നിൽക്കുമായിരുന്നു. ഊതിയ ബിതാഇൻ ഫഖല്ലബഹു സുമ്മ, ഒരിക്കൽ ഒരു പക്ഷിയെ വേട്ടയാടി കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊണ്ടുവന്നപ്പോ, മാസീദ മിൻ സൈദിൻ വലാ ഖുതിഅ മിൻ ഷജറത്തി ഇല്ലാ ബിമാ ളയ്യഅത് മിൻ അത്തസ്ബീഹ്, ഒരു വേട്ടയാടുന്ന മൃഗവും പിടിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു വൃക്ഷത്തെയും മുറിച്ചു കളയുന്നില്ല, ഒരു തസ്ബീഹ് നിന്ന് കുറയാതെ. അഥവാ അവരെല്ലാം അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നവരാണ് എന്ന അർത്ഥത്തിൽ. അതുപോലെ തന്നെ വലമ്മ ഹ്തുളിറ, അദ്ദേഹത്തിന്റെ മരണ സന്ദർഭത്തിൽ, ഖാല ലി ആയിഷ, ആയിഷ ബീവിയോട് പറഞ്ഞു, യാ ബനിയ, എന്റെ മോളെ, ഇന്നി അസബ്തു മിൻ മാലിൽ മുസ്ലിമീന ഹാദിഹി അൽ അബാഅത വഹാദൽ ഹിലാബ വഹാദൽ അബ്ദ് ഫഅസ്രിഹി ബിഹി ഇല ഇബ്നു ഖത്താബ്. അദ്ദേഹം അമീറാണ്, ഖലീഫയാണ്. അപ്പോ മോളോട് പറയാണ്, ഇതാ മുസ്ലിമീങ്ങളുടെ പൊതുസമ്പത്തിൽ നിന്ന് എനിക്ക് ബാക്കിയായിട്ടുള്ളത് ഇതാ ഈ ഒരു വിരിപ്പും ഈ ഒരു പാല് കിട്ടുന്ന ആടോ മറ്റോ അങ്ങനെ ഒന്നും ഒരു അടിമയുമാണുള്ളത്, വേഗം ഇത് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ അടുക്കലേക്ക് ഏൽപ്പിക്കണം. മരണം ആസന്നമായ സമയത്ത് അദ്ദേഹം അത് വേഗം തിരിച്ച് അടുത്ത ഖലീഫയായി വരുന്ന ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് ഏൽപ്പിക്കണം എന്ന് മോളോട് പറയാം. വഖാല, അതുപോലെ തന്നെ അദ്ദേഹം പറയുമായിരുന്നു, വല്ലാഹി ലവദിത്തു അന്നി കുൻതു ഹാദിഹി അശ്ശജറ തുഅകലു വതുഅബദ്, ഞാൻ ഇതുപോലെ ഒരു വൃക്ഷം കാണിച്ചിട്ട് ഇതുപോലെ ഒരു വൃക്ഷമായിരുന്നെങ്കിൽ, എന്തെങ്കിലും ജന്തുക്കൾ അതിന്റെ ഇലയൊക്കെ തിന്ന് അല്ലെങ്കിൽ അത് കൊഴിഞ്ഞു ദ്രവിച്ചു പോകുന്ന ഒരു വൃക്ഷമായിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം പറയാറുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം പറയാറുണ്ടായത്, വദിത്തു അന്നി ഖദിറത്തുൻ തഅകുലുനി ദവാബ്, ഞാൻ കൊതിച്ചു പോവുകയാണ്, ജന്തുക്കൾ തിന്നുന്ന ഏതെങ്കിലും ഒരു ചെടി പോലെ ഞാൻ ആയിരുന്നെങ്കിൽ എന്ന് ഭയപ്പാട് കൊണ്ട് പറയാറുണ്ടായിരുന്നു. നമുക്ക് ആലോചിച്ചു വെക്കണം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആരാണ്?
ഈ ഉമ്മത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിയാണ്. ഇനി പോട്ടെ, മുൻഗാമികളായ എല്ലാ ഉമ്മത്തിനെ എടുക്കുക, അതിൽ റസൂലുകൾക്കും നബിമാർക്കും ശേഷം ഏറ്റവും ശ്രേഷ്ഠനായിട്ട് വ്യക്തിയാണ്, ഏറ്റവും അവർക്ക് ശേഷം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന വ്യക്തിയാണ് ആ സ്വഹാബിയാണ്. അത്രയും നന്മയിൽ മുന്നേറിയിട്ടുള്ള, അത്രയും ഈമാനിന്റെ സിദ്ഖ് അള്ളാഹു തെളിയിച്ചു കൊടുത്തിട്ടുള്ള സ്വഹാബി പറയാണ്, ഉയർത്തെഴുന്നേൽപ്പിക്കാതെ ഞാനത് മരണപ്പെട്ടു പോയിരുന്നെങ്കിൽ എന്ന ഭയം അവരുടെ ഹൃദയത്തിലുണ്ടായിരുന്നു. സൽക്കർമ്മങ്ങളുടെ കുറവുകൊണ്ടല്ല, തിന്മകളുടെ ആധിക്യം കൊണ്ടല്ല, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയത്താൽ. അതുപോലെ വഹാദ ഉമർ, ഇനി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാര്യമോ, ഖറഅ സൂറത്തുത് തൂരി ഹത്താ ഇദാ ബലഗ ഇന്ന അദാബ റബ്ബിക ലവാഖി, സൂറത്തു തൂർ പാരായണം ചെയ്ത് ഈ ആയത്തെത്തിയപ്പോൾ ഇന്ന അദാബ റബ്ബിക ലവാഖി, ഇത് അദ്ദേഹം പാരായണം ചെയ്തപ്പോഴും അല്ലെങ്കിൽ വേറൊരാൾ പാരായണം ചെയ്ത് കേട്ടപ്പോഴും, ബകാ വഷ്തദ്ദ ബുകാഉഹു ഹത്താ മറള വആദുഹു, അദ്ദേഹം കരഞ്ഞ് അതിയായി പൊട്ടിക്കരഞ്ഞ് അദ്ദേഹത്തിന് രോഗം വന്ന് അദ്ദേഹത്തെ ആളുകൾ സന്ദർശിക്കുന്നവരെ അവസ്ഥയിൽ എത്തി. വഖാല ലിബ്നിഹി വഹുവ ഫിൽ മൗത്ത്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണപ്പെടുന്ന സന്ദർഭത്തിൽ അവസാന സമയത്ത് മകനോട് പറഞ്ഞു, വൈഹക് വഖദ്ദി അലൽ അർദ്, മോനെ എന്റെ ഈ കവിള് ഈ നിലത്ത് ഭൂമിയിൽ തട്ടിച്ചു വെക്കാൻ, അസാ വയർഹമനി, അള്ളാഹു എന്നോട് കാരുണ്യം കാണിച്ചേക്കാം. ثم قال, അദ്ദേഹം പറയുമായിരുന്നു, വൈല ഉമ്മി ഇല്ലം യഗ്ഫിർ ലി, എനിക്ക് പൊറുക്കപ്പെട്ടില്ലെങ്കിലോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഭയപ്പെട്ട് പറയാറുണ്ടായിരുന്നു എന്ന് കാണാം. അതുപോലെ തന്നെ വകാന യമുറു ബിൽ ആയ ഫീ വിർദിഹി ബിൽ ലൈലതി ഫതുഖീഫുഹു ഫയബ്ഖി ഫിൽ ബൈതി അയ്യാമൻ യുആദ് യഹ്സബൂനഹു മരീദൻ, അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്ത് ഭയമുണ്ടാക്കുന്ന ആയത്ത് പാരായണം ചെയ്ത് ഭയപ്പെട്ടിട്ട് രോഗിയായി കടന്നു പോകുമായിരുന്നു. വകാന ഫീ വജ്ഹി ഖത്താനി അസ്വദാനി മിനൽ ബുകാ, അദ്ദേഹത്തിന്റെ മുഖത്ത് കരഞ്ഞിട്ട് കണ്ണീർ ഒഴുകിയിട്ട് കറുത്ത നിറത്തിൽ അടയാളങ്ങൾ അദ്ദേഹത്തിന്റെ മുഖത്ത് കാണുമായിരുന്നു. വഖാല ലഹു ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം ഒരു വട്ടം പറഞ്ഞു, മസ്സറല്ലാഹു ബികൽ അംസാർ, അങ്ങനെയല്ല, ഇബ്നു അബ്ബാസ് അദ്ദേഹത്തിനോട് ഒരു ദിവസം പറഞ്ഞു, മസ്സറല്ലാഹു ബികൽ അംസാർ വഫത്ഹ ബികൽ ഫുതൂഹ് വഫഅല, അല്ലാഹ് നിങ്ങളെ കൊണ്ട് ഇന്നാലിന്ന നാടുകളൊക്കെ ജയിച്ചടക്കി, ഇന്നാലിന്ന നാടുകളൊക്കെ ഇസ്ലാമിക ലോകത്തിന് ലഭിച്ചു. ഉമർ റളിയല്ലാഹുവിന്റെ കാലത്താണ് വളരെയധികം വിശാലമായി വളർന്നത്. അപ്പോ ഇത് കേട്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, വദിതു അന്നി അൻജു ലാ അജ്റ വലാ വിസ്റ, ഞാൻ കൊതിച്ചു പോവുകയാണ്, പ്രതിഫലവും വേണ്ട ശിക്ഷയും ഇല്ലാതെ ഞാൻ ഒന്ന് രക്ഷപ്പെട്ടാൽ മതി. അത് നല്ലൊരു കാര്യമാണ്. ഇസ്ലാമിക ലോകം അത്രയും വ്യാപിപ്പിച്ച ഒരു ഖലീഫ പറയാണ്, ഞാൻ പ്രതീക്ഷിക്കുന്നത് എനിക്ക് പ്രതിഫലവും ശിക്ഷയും ഇല്ലാതെ ഒന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി എന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്. നമ്മൾ ആലോചിക്കേണ്ടത് ഇത് കേൾക്കുമ്പോൾ നമ്മുടെ അവസ്ഥ എന്താണെന്നാണ്. നമ്മൾ ഒരിക്കലും എന്തല്ല ആ സ്ഥാനത്തേക്ക് എത്തിയിട്ടില്ല, അമല് കൊണ്ടോ ഈമാന് കൊണ്ടോ അവരുടെ ദർജയിൽ എത്തിയിട്ടില്ല, അല്ലെങ്കിൽ അള്ളാഹു തെരഞ്ഞെടുത്ത സ്ഥാനം കൊണ്ടോ അവരുടെ ദർജയിൽ എത്തിയിട്ടില്ല. പക്ഷെ അവരുടെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം എത്രത്തോളമായിരുന്നു. ഈ മൂന്നാം ഖലീഫ ഉസ്മാൻ, വഹാദാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കാന ഇദാ വഖഫ അലൽ ഖബ്രി യബ്കി ഹത്താ തബ്തല്ല ലിഹ്യതുഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബറിന്റെ അടുക്കൽ പോയി കഴിഞ്ഞാൽ അദ്ദേഹം കരയും, കരഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ താടി നനഞ്ഞു കുതിരുമാറ് കരയും. വഖാല, അദ്ദേഹം പറയുമായിരുന്നു, ലൗ അന്നനി ബൈനൽ ജന്നതി വന്നാർ, ഞാൻ പിന്നെ സ്വർഗത്തിന്റെയും നരകത്തിന്റെയും നടുവിലായിട്ട്, ലാ അദ്രി ഇലാ അയ്യതിഹിമാ യുഅ്മറു ബി, എനിക്കറിയില്ല ഞാൻ ഏതിലേക്കാണ് എന്നെ കൽപ്പിക്കപ്പെടുന്നത് എനിക്കറിയാത്ത അവസ്ഥയിൽ ഞാൻ നിൽക്കുമ്പോൾ, ലഖ്തർതു അൻ അകൂന റമാദൻ ഖബ്ല അൻ അഅലമ ഇലാ അയ്യതിഹിമാ അസീർ, ഞാൻ അറിയുന്നതിന് മുമ്പ്, അഥവാ ഇതിൽ ഏതിലേക്കാണ് ഞാൻ അറിയുന്നതിന് മുമ്പ് എനിക്ക് തെരഞ്ഞെടുക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ, ഒരു സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വല്ല ചരൽക്കല്ലോ മണ്ണോ ആവാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുക്കുമായിരുന്നു. അത്രയും ഭയം അദ്ദേഹത്തിനുണ്ടായിരുന്നു. നാലാം ഖലീഫ അലി ഇബ്നു അബി ത്വാലിബ് വബുകാഉഹു വഖൗഫു, അദ്ദേഹത്തിന്റെ കരച്ചിലും അദ്ദേഹത്തിന്റെ ഭയവും അറിയപ്പെട്ട കാര്യമാണ്. അദ്ദേഹം ധാരാളം പരലോകത്തെ കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ടും ഖബർ ജീവിതത്തെ കുറിച്ച് ഓർമ്മിച്ചുകൊണ്ടും പറയുമായിരുന്നു. വകാന യഷ്തദ്ദു ഖൗഫുഹു മിൻ ഇത്നൈൻ, അദ്ദേഹം ഏറ്റവും അധികം ഭയപ്പെട്ട രണ്ട് കാര്യങ്ങളായിരുന്നു. അലി ഇബ്നു അബി ത്വാലിബ് നമുക്ക് ഏറ്റവും അധികം ബാധിച്ചിട്ടുള്ള രണ്ട് കാര്യങ്ങളാണത്. ഒന്ന് തൂലിൽ അമൽ, വിദൂരമായ പ്രതീക്ഷകൾ, ദുനിയാവിലുള്ള അമിതമായ പ്രതീക്ഷകൾ, ഇനിയും ഒരുപാട് കാലം ഉണ്ടാകും, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇനി നേടാൻ സാധിക്കും, അതുപോലെയുള്ള ദുനിയാവിലുള്ള പ്രതീക്ഷകൾ, ദുനിയവിയായത്. വത്തിബാഇൽ ഹവ, തന്റെ ഇച്ഛകളെ പിൻപറ്റുന്ന അവസ്ഥ, ദീനിനെ വിട്ടിട്ട് അള്ളാഹുവിനെ റസൂലിനെ വിട്ടിട്ട് തന്റെ ഇച്ഛകളെ, ഈ രണ്ട് കാര്യങ്ങളാണ് അലി റളിയല്ലാഹു അൻഹു വളരെയധികം ഭയപ്പെട്ടിരുന്നത്. ഖാല, അദ്ദേഹം പറയുമായിരുന്നു, ഫമ്മാ തൂലുൽ അമലി ഫയുൻസിൽ ആഖിറ,
വിദൂരമായ ദുനിയാവിലുള്ള പ്രതീക്ഷകൾ പരലോകത്തെ മറപ്പിച്ചു കളയും. വമ്മത്തിബാഉൽ ഹവാ ഫയസുദ്ദു അനിൽ ഹഖ്, സ്വന്തം ഇച്ഛയെ പിൻപറ്റുക എന്നുള്ളത് ഹക്കിൽ നിന്നൊരാളെ തടയും. ഖുർആനും ഹദീസും പിൻപറ്റുന്നതിൽ നിന്ന് ഹക്കിൽ നിന്നൊരാളെ തടയും. അല വഇന്ന ദുനിയ ഖദ് വല്ലത് മുദ്ബിറ, നിങ്ങൾ മനസ്സിലാക്കണം, ദുനിയാവത നമ്മുടെ പിന്നിൽ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. വല്ലാഖിറത മുഖ്ബില, പരലോകമത മുന്നിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. വലികുല്ലി വാഹിദത്തിൻ ബനൂൻ, ആ രണ്ടെണ്ണത്തിനും സന്താനങ്ങളുണ്ട്. ഫകൂനു മിൻ അബ്നാഇൽ ആഖിറ വലാ തകൂനു മിൻ അബ്നാഇദ് ദുനിയ, നിങ്ങൾ പരലോകത്തിന്റെ സന്താനങ്ങളാവുക. അഥവാ നിങ്ങളുടെ ചിന്ത, നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങളുടെ ഉദ്ദേശം അത് പരലോകമാവുക. നിങ്ങൾ ദുനിയാവിന്റെ സന്താനങ്ങളാവരുത്. നിങ്ങളുടെ എല്ലാ വികാരങ്ങളും, നിങ്ങളുടെ ഇഷ്ടവും വെറുപ്പും, നിങ്ങളുടെ ചലനവും, നിങ്ങളുടെ ചിന്തകളും ഇത് ദുനിയാവ് മാത്രമാകുന്ന അവസ്ഥ ഉണ്ടാവരുത്. ഫൈനൽ യൗമ അമലുൻ വലാ ഹിസാബ്, ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ അമല്, കർമ്മം ചെയ്യേണ്ട സമയമാണ് ദുനിയാവ്. നമ്മുടെ വിചാരണ ഉണ്ടാവൂല. വഗദൻ ഹിസാബുൻ വലാ അമൽ, നാളെ പരലോകം എന്ന് പറഞ്ഞാൽ വിചാരണയാണ്, അവിടെ കർമ്മങ്ങളും ഉണ്ടാവുകയില്ല എന്ന് കാണാം. അതുപോലെ വഹാദ അബൂദർദ, സഹാബികൾ ശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തിയാണ് അബൂദർദ റളിയല്ലാഹു അൻഹു. അദ്ദേഹം വലിയ കച്ചവടക്കാരനായിരുന്നു. അങ്ങനെ ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞ് അദ്ദേഹം കച്ചവടത്തിലും ഇബാദത്തിലുമായിട്ട് ഇങ്ങനെ മുഴുകുമ്പോൾ അദ്ദേഹത്തിന് ഇബാദത്തിൽ ലദ്ദത്ത് കിട്ടുന്നില്ല, കച്ചവടത്തിന്റെ കാര്യങ്ങൾ. അപ്പൊ അദ്ദേഹം തീരുമാനിച്ചു ഇബാദത്തിലും ഇൽമു നേടുന്നതിലും മുഴുകാമെന്ന്. എന്നിട്ട് അദ്ദേഹം ഹദീസ് പഠിക്കാൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹും അബൂ ദർദ റളിയല്ലാഹു അൻഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒപ്പം ഇരുന്ന് ഹദീസ് പഠിക്കുമായിരുന്നു. അങ്ങനെ അദ്ദേഹം പറയാറുണ്ട്, എനിക്ക് ഇനി ഈ മസ്ജിദിന്റെ മുമ്പിൽ ഒരു കച്ചവടമുണ്ട്, 5 വക്ത് നിസ്കാരം ജമാഅത്തായി എനിക്ക് ലഭിക്കുന്ന ഒരവസ്ഥയും ഉണ്ടെങ്കിൽ കൂടി എനിക്കത് വേണ്ട, എനിക്ക് ഈ മാർഗം മതി എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറയും കച്ചവടം തെറ്റായതുകൊണ്ടല്ല, പക്ഷെ എനിക്കിത് മതി എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു. അദ്ദേഹം പറയാറുണ്ട്, കാന യഖൂൽ, അദ്ദേഹം പറയും, അതായത് അദ്ദേഹം അത്രത്തോളം ത്യാഗം സഹിച്ച വ്യക്തിയാണ്. ഇന്ന അശദ്ദ മാ ഖാഫു അലാ നഫ്സി യൗമൽ ഖിയാമ അൻ യുഖാല ലി, ഞാൻ പരലോകത്തെ ഏറ്റവും ഭയപ്പെടുന്ന കാര്യം നാളെ പരലോകത്തെ എന്നോട് ചോദിക്കപ്പെടും, യാ അബൂദർദ ഖദ് അലിംത ഫകൈഫ അമിൽത ഫീമാ അലിംത, നീ അറിഞ്ഞു, നിനക്ക് ഇൽമുണ്ടായിരുന്നു, നീ ആ ഇൽമു കൊണ്ട് എന്താണ് പ്രവർത്തിച്ചത് എന്ന് ചോദിക്കുന്നതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്ന് അദ്ദേഹം പറയാറുണ്ട്. വകാന യഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു, ലൗ തഅലമൂന മാ അൻതും ലാഖൂന ബഅദൽ മൗതി, നിങ്ങളെങ്ങാനും മനസ്സിലാക്കിയിരുന്നെങ്കിൽ മരണത്തിന് ശേഷം നിങ്ങൾ എന്താണ് കണ്ടുമുട്ടുക എന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ലമ്മാ അകൽതും തആമൻ അലാ ശഹ്വ, നിങ്ങളുടെ ഇച്ഛക്കനുസരിച്ച് നിങ്ങൾ ഭക്ഷിക്കുമായിരുന്നില്ല. വലാ ശരീബ്തും ശറാബൻ അല ശഹ്വ, നിങ്ങളുടെ ഇച്ഛക്കനുസരിച്ച് നിങ്ങൾ പാനീയങ്ങൾ കുടിക്കുമായിരുന്നില്ല. വലാ ദഖൽതും ബൈതൻ തസ്തദില്ലൂന ഫീഹി, നിങ്ങൾക്ക് തണലേകുന്ന വീടുകളിൽ നിങ്ങൾ പ്രവേശിക്കുമായിരുന്നില്ല. വല ഖറജതും ഇല സഈദി തദ്റബൂന സുദൂറകും, നിങ്ങൾ നിങ്ങളുടെ നെഞ്ചിലടിച്ചുകൊണ്ട് നിങ്ങൾ വഴിയിലൂടെ പുറത്തിറങ്ങി ഓടുമായിരുന്നു. വതബകൂന അലാ അൻഫുസികും, നിങ്ങളുടെ സ്വന്തത്തിന്റെ കാര്യം ആലോചിച്ച് കരയുമായിരുന്നു. വല വദിത്തു അന്നി ഷജറത്തുൻ തുഅദു സുമ്മ തുഅക്കൽ, ഞാൻ കൊതിച്ചു പോവുകയാണ്, ഞാൻ ദ്രവിച്ചു പോകുന്ന ഒരു വൃക്ഷമായി അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഭക്ഷിക്കപ്പെടുന്ന ഒരു വൃക്ഷമായി ഞാൻ മാറിയിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചു പോവുകയാണ് എന്ന് അദ്ദേഹം പറയാറുണ്ട്. വകാന അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് അസ്ഫല ഐനൈഹി മിസ്ലു അശ്ശറാഖിൽ ബാലി മിന അദ്ദുമൂ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിന് താഴെയായിട്ട് കണ്ണീരൊഴുകുന്ന അടയാളങ്ങൾ, ഒരു ചാല് പോലെ അടയാളങ്ങൾ കാണുമായിരുന്നു. അതുപോലെ അബൂ ദർ അൽ ഖിഫാരി റളിയല്ലാഹു അൻഹു തന്റെ സമൂഹത്തെയും ഗോത്രത്തെയും വിട്ട് ഇസ്ലാം സ്വീകരിക്കാൻ വന്ന് 40 ദിവസത്തോളം കഅബയുടെ മറവിൽ സംസം മാത്രം കുടിച്ച് ഇസ്ലാം സ്വീകരിച്ച് പിന്നീട് തന്റെ ഗിഫാർ ഗോത്രത്തെ പോയി ദഅവത്ത് നടത്തി കൊണ്ടുവന്ന വളരെയധികം സാഹിദായിരുന്ന ആ സ്വഹാബി പറയാണ്, യാ ലൈതനി കുൻതു ഷജറതൻ തുഅദ്, സിദ്ഖിൽ അറിയപ്പെട്ട റസൂലുള്ള പ്രത്യേകം അബൂ ദർ റളിയല്ലാഹു സിദ്ഖിനെ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഹദീസുകളിൽ. അദ്ദേഹം പറയാണ്, യാ ലൈതനി കുൻതു ഷജറതൻ തുഅദ് വവദിത്തു അന്നി ലമുഖ്ലഖ്, ഞാനൊന്നു ദ്രവിച്ചു പോകുന്നില്ല വൃക്ഷമായിരുന്നെങ്കിൽ, ഞാൻ കൊതിച്ചു പോവുകയാണ് ഞാൻ സൃഷ്ടിക്കപ്പെടാതിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം പറയുമായിരുന്നു എന്ന് കാണാം. അങ്ങനെ അബൂ ദർ റളിയല്ലാഹുവിന്റെ അടുക്കൽ ഒരിക്കൽ അദ്ദേഹത്തിനുള്ള ഭരണാധികാരിയിൽ നിന്ന് ലഭിക്കുന്ന സ്വഹാബികൾക്ക്, ശ്രേഷ്ഠരായ സ്വഹാബികൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ലഭിക്കും, അല്ലെങ്കിൽ ആരെയും എന്തെങ്കിലും കൊടുക്കും. അത് ലഭിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുമായിരുന്നു, ഞങ്ങൾക്ക് പാല് കറക്കാൻ ഒരു ആടുണ്ട്, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ ഒരു പെണ്ണൊട്ടകവും ഉണ്ട്. ഞങ്ങൾക്ക് ഒരു അടിമയുണ്ട് ജോലി ചെയ്യാൻ. പിന്നെ കൂടുതലായിട്ട് ഒരു വിരിപ്പ് ഞങ്ങൾക്കുണ്ട്. ഇതിന്റെ കാര്യത്തിലുള്ള ഹിസാബ് ഞാൻ പേടിച്ചിട്ടാണ് ജീവിക്കുന്നത്.
ഇതിന്റെ കാര്യത്തിലുള്ള ഹിസാബ് ഞാൻ ഭയപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത് എന്ന് അദ്ദേഹം പറയുമായിരുന്നു. വഖറഅ തമീമുദ്ദാരി ലൈലതൻ സൂറത്തുൽ ജാസിയ. ഒരിക്കൽ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ദജ്ജാലിനെ കണ്ടിട്ടുള്ള സ്വഹാബിയാണ്, നസ്രാനി ആയിരുന്നു, പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു. ആ സ്വഹാബി ഒരിക്കൽ സൂറത്തു ജാസിയ പാരായണം ചെയ്യുമ്പോൾ രാത്രിയിൽ ഫലമ്മ അതാ അലാ ഹാദിഹിൽ ആയ, ഈ ആയത്തെത്തിയപ്പോൾ 21ാമത്തെ ആയത്തെത്തിയപ്പോൾ അം ഹസിബല്ലദീന ജ്തറഹുസ് സയ്യിആത്ത് അൻ നജ്അലഹും കല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത് അം ഹസിബല്ലദീന ജ്തറഹുസ് സയ്യിആത്ത്, തിന്മകളിൽ മുഴുകുന്ന ആളുകൾ വിചാരിച്ചിരിക്കുകയാണോ അൻ നജ്അലഹും, അവരെ നാം ആക്കുമെന്ന്, കല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്തവരെ പോലെ. അവരുടെ ജീവിതവും മരണവും സൽക്കർമ്മങ്ങൾ ചെയ്ത ആളുകളുടെയും തിന്മകൾ ചെയ്ത ആളുകളെയും ഒരുപോലെ ആക്കുമെന്ന് വിചാരിച്ചിരിക്കുകയാണോ? ജഅല യുറദ്ദിദുഹാ വയബ്കി ഹത്താ അസ്ബഹ, അദ്ദേഹം അത് പാരായണം ചെയ്ത് ആവർത്തിച്ച് പാരായണം ചെയ്ത് സുബ്ഹി വരെ കരയുമായിരുന്നു. അതുപോലെ വഖാല അബൂ ഉബൈദ ആമിർ ബിൽ ജറാഹ്, അബൂ ഉബൈദ അമീനുൽ ഉമ്മ എന്നറിയപ്പെടുന്ന സ്വഹാബിയാണ്, ഈ ഉമ്മത്തിലെ വിശ്വസ്തൻ എന്നറിയപ്പെടുന്ന അശറത്തുൽ മുബശ്ശിരീനിൽപ്പെട്ട സ്വഹാബിയാണ്. അദ്ദേഹം പറയുമായിരുന്നു വദിത്തു അന്നി കബ്ശുൻ ഫദബഹനി അഹ്ലി വഅകലു ലഹ്മി വഹസൗ മർഖി, ഞാൻ കൊതിച്ചു പോവാണ്, ഞാൻ ഒരു ആടായിരുന്നെങ്കിൽ എന്റെ വീട്ടുകാരെന്നെ അറുത്ത് എന്നെ വേവിച്ച് അവർ ഭക്ഷിച്ച് തീരുന്ന ഒരാടായിരുന്നെങ്കിൽ ഞാൻ കൊതിച്ചു പോവുകയാണ് എന്ന സുഹാബി പറയാമായിരുന്നു. എന്നിട്ട് ഇബ്നു ഖയ്യിം പറയാണ്, ഈ ബാബിൽ ധാരാളം ഇനിയും പറയാൻ സാധിക്കും, ഇനിയും ധാരാളം മക്തറുകൾ കാണാം. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, നമ്മളൊന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ ചുറ്റുള്ളവരൊന്നും നോക്കണ്ട, നമ്മുടെ ചുറ്റുള്ള ആളുകളൊന്നും നമ്മൾ പരിഗണിക്കണ്ട. നമ്മളെ ചുറ്റുള്ളവരെ നോക്കിയാൽ നമ്മളാണ് ഏറ്റവും നല്ല ആൾക്കാർ തോന്നും. നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ നോക്കിയാൽ നമ്മൾ ഏറ്റവും നല്ല ആളുകളായിട്ട് തോന്നും. ഈ അസറുകൾ പറഞ്ഞ സ്വഹാബികളുമായിട്ടൊന്ന് ബന്ധപ്പെടുത്തി നമ്മൾ നമ്മുടെ സ്വന്തത്തെ കുറിച്ച് ആലോചിച്ചു നോക്കി. എത്രയെല്ലാം കാര്യങ്ങളാണ് നമ്മൾ പാഴാക്കുന്നത്, എത്രയെല്ലാം തിന്മകളിലാണ് നാം മുഴുകുന്നത്, എത്രയെല്ലാം നഷ്ടങ്ങളാണ് അള്ളാഹുലേക്ക് നമ്മൾ ഒരുക്കി വെച്ചിട്ടുള്ളത്. എന്നിട്ടും നമ്മൾ എത്രത്തോളം നിർഭയരായിട്ടാണ് ജീവിക്കുന്നത്. ഗുറൂറാണ്, വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്, കബളിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. വഖാല അൽ ബുഖാരി ഫി സഹീഹി, ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സഹീഹിൽ ഒരു ബാബ് കൊടുത്തിട്ടുണ്ട്, ബാബുൻ ഖൗഫിൽ മുഅ്മിനി മിൻ അൻ യഹ്ബത അമലുഹു വഹുവ യഹ്ബത അമലുഹു വഹുവ ലാ യശ്ഉറു, യഹ്ബത അമലുഹു വഹുവ ലാ യശ്ഉറു. ഒരു മുഅ്മിൻ, ആ മുഅ്മിന്റെ ഭയം എന്താണ്? ഭയം അവൻ അറിയാതെ, അവന് യാതൊരു ശ്രദ്ധയുമില്ലാതെ, അവൻ മനസ്സിലാക്കാതെ അവന്റെ കർമ്മങ്ങൾ തകർന്നു പോകുന്നതിനെ കുറിച്ചിട്ടുള്ള ഭയം എന്ന വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ബാബ് തന്നെ ബുഖാരിയിൽ കാണാം. വഖാല ഇബ്രാഹിം അത്തൈമി, സലഫുകൾപ്പെട്ട വ്യക്തിയാണ്, മാ അറദ്തു ഖൗലി അലാ അമലി, അദ്ദേഹം പറയാണ്, എന്റെ വാക്കും എന്റെ പ്രവർത്തനവും ഞാൻ തമ്മിൽ ബന്ധിപ്പിച്ചു നോക്കുമ്പോ ഇല്ലാ ഖശീതു അൻ അകൂന മുകദ്ദിബൻ, ഞാൻ കള്ളനാണ്, കളവ് അറിയുന്നവനാണ് എന്നല്ലാതെ എനിക്ക് ഭയമുണ്ടാക്കുന്നില്ല. സലഫുകളുടെ ഭയാണ് പറയുന്നത്. വഖാല ഇബ്നു അബി മുലൈക, വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യം. ഇബ്നു അബി മുലൈക തഅബീ പണ്ഡിതനാണ്. അദ്റക്തു 30 മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ 30 സഹാബികളെ കണ്ടുമുട്ടിയിട്ടുണ്ട്. അതിൽ ചില റിവായത്തിൽ കാണാം, അതിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഉണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ട്. കുല്ലുഹും യഖാഫു നിഫാഖ അലാ നഫ്സിഹി, അവരെല്ലാവരും അവരുടെ സ്വന്തത്തിൽ നിഫാഖിനെ ഭയപ്പെട്ടിരുന്നു, കപടതയെ ഭയപ്പെട്ടിരുന്നു. എന്നിട്ട് പറയാണ്, മാ മിൻഹും അഹദുൻ യഖൂൽ, അതിൽ ഒരാൾ ഉണ്ടായിരുന്നില്ല, ഇന്നഹു അലാ ഈമാനി ജിബ്രീല വ മീകായിൽ, ജിബ്രീലിന്റെയും മീകായിലിന്റെയും ഈമാനിലാണ് ഞങ്ങൾ എന്ന് പറയുന്ന ഒരു സ്വഹാബിയെയും ഞാൻ കണ്ടിട്ടില്ല. വയുദ്കറു അനിൽ ഹസൻ, ഹസൻ റഹിമഹുല്ലാഹ് പറയുമായിരുന്നു, മാ ഖാഫഹു ഇല്ലാ മുഅ്മിനുൻ വലാ അമിനഹു ഇല്ലാ മുനാഫിഖുൻ, മുഅ്മിനല്ലാതെ അവന്റെ പരലോകത്തെ കുറിച്ചും അള്ളാഹുവിനെ കുറിച്ചും ഭയം ഉണ്ടാവൂല. മുനാഫിഖിന് അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തിനെ കുറിച്ചും എപ്പോഴും നിർഭയമായ അവസ്ഥയായിരിക്കും. ഇനി അതുപോലെ നിഫാഖിനെ ഭയപ്പെട്ട വകാന ഉമർ ഇബ്നുൽ ഖത്താബ് യഖൂൽ ലി ഹുദൈഫ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹുദൈഫ റളിയല്ലാഹു അൻഹുവോട് പറയുമായിരുന്നു. ഹുദൈഫ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹീന്റെ അടിസ്ഥാനത്തിൽ അന്ന് മദീനത്തുണ്ടായിരുന്ന ചില മുനാഫിഖുകളുടെ പേരുകൾ ആർക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു? അറിയിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹുദൈഫ റളിയല്ലാഹു അൻഹു അറിയിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് പോയി പറയും, അൻഷുദുക്കല്ലാഹ്, അല്ലാഹുവിനെ മുൻനിർത്തി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഹൽ സമ്മാനി ലക റസൂലുള്ളാഹി യഅനി ഫിൽ മുനാഫിഖീൻ. നമ്മൾ ആലോചിച്ച് നോക്കണം, മുമ്പ് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളിത്. പക്ഷെ നമ്മൾ ഉമർ റളിയല്ലാഹുവിന്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കണം. എത്ര നിർഭയനായി ജീവിക്കാൻ പറ്റുന്ന ആളാണ്, എത്ര നിഫാഖിനെ ഭയപ്പെടാതിരിക്കാൻ പറ്റുന്ന ആളാണ്, സ്വർഗം ഉറപ്പ് പറഞ്ഞിട്ടുള്ള സ്വഹാബിയാണ്. റസൂലുള്ളാഹി മുനാഫിഖുകളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പോയി ചോദിക്കുകയാണ്, എന്റെ പേരുണ്ടോ അതിൽ?
എന്റെ പേര് അതിൽ പറഞ്ഞിട്ടുണ്ടോ? ഫയഖൂൽ, ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയാറുണ്ടില്ല, ഇല്ല. വലാ ഉസക്കി ബഅദക അഹദൻ, നിങ്ങൾക്ക് ശേഷം ഞാൻ ആർക്കും ഇതിനെ പറ്റിയിട്ടൊന്നും പറഞ്ഞു കൊടുക്കില്ല. നിങ്ങളുടെ പേരില്ല, ഇനി ആരെങ്കിലും ചോദിച്ചാലും ഞാൻ അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കയില്ല എന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹ പറയാറുണ്ടായിരുന്നു. അപ്പൊ സഹോദരങ്ങളെ, നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ പ്രതീക്ഷയും ഭയവും. അത് ദീന് പഠിപ്പിച്ചിട്ടുള്ള, അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ള സൽക്കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതാണോ, അതല്ല ഗുറൂറിലും അമാനിയിലുമാണോ, കബളിക്കപ്പെട്ടവരായി മോഹങ്ങളിൽ മുഴുകിയിരിക്കുന്ന അവസ്ഥയിലാണോ എന്ന് നമ്മൾ സ്വയം പരിശോധിക്കുക. അടുത്ത ഫസ്ല് ബററുദ്ദുനൂബി വൽ മആസി. ഇനി പറയുന്ന വിഷയങ്ങൾ പാപങ്ങളുടെയും അതുപോലെ അള്ളാഹുവിനോട് കാണിക്കുന്ന അനുസരണങ്ങളുടെയും അനന്തര ഫലങ്ങൾ അല്ലെങ്കിൽ ദോഷങ്ങൾ എന്തെല്ലാമാണ് എന്നതാണ് അടുത്ത ഫസ്ല് മുതൽ പറയുന്നത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, ഫൽനർജി ഇലാ മാ കുന്നാ ഫീഹി മിൻ ദിക്രി ദവാഇ ദാഇ അല്ലദി ഇൻ ഇസ്തമറ അഫ്സദ ദുനിയൽ അബ്ദി വആഖിറതുഹു. ചോദ്യത്തിലേക്ക് മടങ്ങുക. എന്തായിരുന്നു ഇതിന്റെ ചോദ്യം? എന്തായിരുന്നു? ഒരടിമ ഒരു പരീക്ഷണത്തിൽ അകപ്പെട്ടുകയാണ്, അല്ലെങ്കിൽ പാപത്തിൽ അകപ്പെട്ടുകയാണ്. അവന് ബോധ്യമുണ്ട്, ഇതില് ഞാൻ തുടർന്ന് പോയാൽ എന്റെ ദീനും ദുനിയാവൊക്കെ നശിക്കും, അതിന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു മാർഗമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇബ്നു ഖയ്യിം പറയാണ്, ഇനി ആ രോഗത്തിനുള്ള മരുന്നുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അതിലേക്ക് പറയാം. ഒരാളുടെ ദീനും ദുനിയാവും നശിപ്പിക്കുന്ന കാര്യങ്ങൾ, അതിലേക്ക് നമ്മൾ മടങ്ങുകയാണ്. ഇതുവരെ അതിനൊരു ആമുഖമായിട്ട് പറഞ്ഞതാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് യഥാർത്ഥ രോഗത്തിനുള്ളത് അവസാനത്തിലാണ് മറുപടി പറയുന്നത്. എന്നാൽ അതിനോ ബന്ധപ്പെട്ടിട്ട് തന്നെ പറയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, فَمِمَّا يَنبَغِي أَن يُعْلَمَ أَنَّ الذُّنُوبَ وَالْمَعَاصِي تَضُرُّ وَلَا بُدَّ أَنَّ ضَرَرَهَا فِي الْقُلُوبِ كَضَرَرِ السَّمُومِ فِي الْأَبْدَانِ. തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, തിന്മകൾ എന്നുള്ളത്, അള്ളാഹിനുള്ള അനുസരണക്കേടുകൾ, അത് ദോഷം ചെയ്യും, ഒരു സംശയവുമില്ല. ഒരു വിഷം ശരീരത്തിലേക്ക് കയറിയാൽ എങ്ങനെ ദോഷം ചെയ്യുമോ അതുപോലെ തന്നെ എന്നാൽ പാപങ്ങളുടെ അളവനുസരിച്ച് അതിന്റെ ദോഷങ്ങളുടെ അളവിലും വ്യത്യസ്തം ഉണ്ടാവും. വഹൽ ഫിദ് ദുനിയ വൽ ആഖിറ ശർറുൻ വദാഉൻ ഇല്ലാ വസബബുഹു ദുനൂബ് വൽ മആസി. ദുനിയാവിലാകട്ടെ പരലോകത്താവട്ടെ ഒരുത്തന് ബാധിക്കുന്ന ദോഷത്തിലും ബുദ്ധിമുട്ടുകളിലും പാപം കൊണ്ടല്ലാതെ വല്ലതുകൊണ്ടും ഉണ്ടാവുന്നുണ്ടോ? അള്ളാഹുവിനോടുള്ള അനുസരണക്കേട് കൊണ്ടും തിന്മകൾ കൊണ്ടുമല്ലാതെ ഒരടിമയ്ക്ക് ദീനിലും ദുനിയാവിലും പരലോകത്തിലുമെല്ലാം ദോഷമല്ലാതെ എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടോ? ഫമല്ലദീ അഖ്റജൽ അബവൈനി മിനൽ ജന്ന. എന്നിട്ട് പറയാണ്, എന്താണ് നമ്മുടെ മാതാപിതാക്കളെ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയത്? ദാരിൽ ലദ്ദതി വൻ നഈമി വൽ ബഹ്ജതി വസ്സുറൂർ, ആസ്വാദനത്തിന്റെയും അനുഗ്രഹങ്ങളുടെയും സന്തോഷത്തിന്റെയും ഭവനത്തിൽ നിന്ന് ഇലാ ദാരിൽ ആലാമി വൽ അഹ്സാനി വൽ മസായിബ്, വേദനയുടെയും ദുഃഖത്തിന്റെയും പരീക്ഷണങ്ങളെയും ഈ ഭവനത്തിലേക്ക് നമ്മുടെ മാതാപിതാക്കളെ പറഞ്ഞയക്കാനുള്ള കാരണം എന്താണ്? തിന്മയാണ്, അള്ളാഹുവിനോടുള്ള അനുസരണക്കേടാണ്. വമല്ലദീ അഖ്റജ ഇബ്ലീസ മിൻ മലകൂത്തിസ് സമാഅ വതർദുഹു വലഅനഹു വമസഖ ളാഹിറ വബാതിന ഫജഅല സൂറതഹു അഖബഹ സൂറത്തിൻ വഅശ്നഅ. എന്താണ് ഇബ്ലീസിനെ ആകാശലോകത്തിന്റെ ഉന്നതമായ സ്ഥാനത്ത് നിന്ന് നിന്ദ്യനാക്കി മാറ്റിയത്? അവന്റെ രൂപം ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലേക്ക് മാറ്റിയത്? അവൻ അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ നിന്ന്, അള്ളാഹുവിനോടുള്ള താഅത്തിൽ നിന്ന് ശിർക്കിന്റെയും കുഫ്റിന്റെയും മഅസിയത്തിന്റെയും ആളാക്കി മാറ്റിയത്? എന്താണ് അവന്റെ മേലെ അള്ളാഹുവിന്റെ കോപം നിർബന്ധമാക്കിയത്? എങ്ങനെയാണ് അവൻ തെമ്മാടികൾക്ക് മാതൃകയുള്ള ആളാക്കി മാറ്റിയത്? ഈ തിന്മകൾ കൊണ്ടല്ലാതെ പിന്നെന്താണ്? വമല്ലദീ അഗ്റഖ അഹ്ലൽ അർളി കുല്ലഹും ഹത്താ അലൽ മാഉ ഫൗഖ റൂസിൽ ജിബാൽ. എന്താണ് മനുഷ്യരെ മുഴുവൻ വെള്ളത്തിൽ മുക്കിക്കളഞ്ഞത്? പർവ്വതത്തിന്റെ മുകളിൽ വരെ വെള്ളം എത്തുന്ന അവസ്ഥയിൽ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തിനെ. വമല്ലദീ സല്ലത റീഹ അലാ ഖൗമി ആദിൻ ഹത്താ അൽഖത്ഹും മൗതാ അലാ വജ്ഹിൽ അർളി കഅന്നഹും അജാസു നഖ്ലിൻ ഖാവിയ. ആദ് സമൂഹത്തെ ഈന്തപ്പന തടികൾ വീണടിയുമാർ നശിപ്പിക്കാനുള്ള കാരണം എന്താണ്? അതുപോലെ തന്നെ സമൂദ് ഗോത്രത്തെ നശിപ്പിക്കാനുള്ള കാരണം എന്താണ്? അതുപോലെ വമല്ലദീ റഫഅ ഖുറൽ ലൂതിയ, ലൂത്ത് നബിയുടെ സമൂഹം, ആ സമൂഹത്തിനെ ഹത്താ സമിഅത്തിൽ മലായികത്തു നബീഹ കിലാബിഹിം, അവരെ ഭൂമിയെ ഉയർത്തി. ആകാശത്തുള്ള മലക്കുകൾ ആ ഭൂമിയിലുള്ള നായ്ക്കളുടെ കുര അതുവരെ കേൾക്കുന്ന അവസ്ഥയിൽ. ثم قلبها عليهم, എന്നിട്ട് അത് മറിച്ചിട്ടു. فجعل عاليها سافلها, അതിൽ ഉയർന്ന പ്രദേശമെല്ലാം താഴ്ന്നു പോകുന്ന മറിച്ചിടുകയുണ്ടായി. فأهلكهم جميعا, അവരെല്ലാവരെയും നശിപ്പിച്ചു. ثم أتبعهم حجارة من السماء وأمطرها عليهم, എന്നിട്ട് ആകാശത്തിൽ നിന്ന് ചരൽക്കല്ലുകൾ എറിഞ്ഞ് അവരുടെ മേലെ വീണു.
فجمع عليهم من العقوبات ما لم يجمعه على أمة غيرهم മറ്റൊരു ഉമ്മത്തിനും ഇല്ലാത്ത അവസ്ഥയിലുള്ള ശിക്ഷ അവർക്കുണ്ടായി വലിഖ്വാനിഹിം അംസാലുഹ അതുപോലെയുള്ള ആളുകൾക്കും വമാഹിയ മിനൽ ളാലിമീന ബിബഈദ് ഇത് ദുൽമ ചെയ്യുന്നവർക്ക് അകലെയുള്ള കാര്യമല്ല. ഇത് എന്തുകൊണ്ടാണ് ഉണ്ടായത്? അവർ ചെയ്ത ആ തെമ്മാടിത്തരം മ്ലേച്ഛത കൊണ്ട് തിന്മകൾ കൊണ്ട്. വമല്ലദി അർസല അലാ ഖൗമി ശുഐബിൻ സഹാബൽ അദാബി കബ്ബുലൽ ഫലമ്മാ സാറ ഫൗഖ റൂസിഹിം അംതറ അലൈഹിം നാറൻ തലല്ലാ ശുഐബ് നബിയുടെ സമൂഹത്തിലേക്ക് തണലേകുന്നത് പോലെ മേഘമെത്തുകയും പിന്നീട് അതിന് തീജ്വാലകൾ വന്നു വീഴുകയും ചെയ്യാനുള്ള കാരണം എന്താണ്? അവർ അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ടാണ്. വമല്ലദി അഗ്റഖ ഫിർഔന വഖൗമഹു ഫിൽ ബഹർ ഫിർഔനിന്റെയും കൂട്ടാളികളെയും കടലിൽ മുക്കിക്കൊന്നത് എന്തുകൊണ്ടാണ്? സുമ്മ നഖല അർവാഹും ഇലാ ജഹന്നം എന്നിട്ട് അവരുടെ റൂഹുകൾ നരകത്തിലേക്കാണ് പ്രവേശിച്ചത്. ഫലജ്സാദു ലിൽ അറഖ് ശരീരം മുങ്ങിക്കിടക്കുമ്പോൾ വല അർവാഹു ലിൽ ഹറഖ് അവരുടെ റൂഹുകളാണെങ്കിൽ തീയിലും ശരീരം വെള്ളത്തിലും റൂഹുകൾ തീയിലും. ഈ അവസ്ഥയിൽ അവരെ ആക്കിയത് എന്താണ്? അല്ലാഹുവിനെ ധിക്കരിച്ചതാണ്. വമല്ലദി ഖസഫ ബിഖാറൂന വദാരിഹി വമാലിഹി വഅഹ്ലിഹി ഖാറൂനിനെയും കുടുംബത്തിനെയും അവന്റെ സമ്പത്തും എല്ലാം ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞത് എന്താണ്? അവർ അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ടാണ്. വമല്ലദി അഹ്ലഖൽ ഖുറൂന മിൻ ബഅദി നൂഹിൻ ബിഅൻവാഇൽ ഉഖൂബാതി വദമ്മറഹാ തദ്മീറ നൂഹ് നബി അലൈഹിസ്സലാമിന് ശേഷമുള്ള ഓരോ സമൂഹത്തെയും അല്ലാഹു നശിപ്പിച്ചത് എന്തുകൊണ്ടാണ്? അവർ അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ടാണ്. വമല്ലദി അഹ്ലഖ ഖൗമ സാഹിബി യാസീൻ ബിസ്സൈഹ ഹത്താ ഖമദു അൻ ആഖിരിഹിം സാഹിബി യാസീൻ വിശ്വാസിയായിരുന്ന കഥ ആ നാട്ടുകാർ ധിക്കരിച്ചപ്പോൾ അവർക്ക് ഘോര ശബ്ദം കൊണ്ട് ശിക്ഷിച്ചത് എന്തുകൊണ്ടാണ്? വമല്ലദി ബഅസ അലാ ബനി ഇസ്രായീല ഖൗമൻ ഉലി ബഅസിൻ ശദീദിൻ ബനൂ ഇസ്രായേലുകൾക്ക് മേലെ ശക്തരായിട്ടുള്ള ഭരണാധികാരിയെ ഏൽപ്പിച്ചത് എന്തുകൊണ്ടാണ്? അവരെ കീഴ്പ്പെടുത്തുന്ന, അവരെ പുരുഷന്മാരെ വധിച്ചു കളയുന്ന, അവരെ സ്ത്രീകളെയും കുട്ടികളെയും തടവിലാക്കുന്ന, അവരെ വീടുകളെ കത്തിച്ചു കളയുന്ന, അവരെ സമ്പത്തിനെ കവർന്നെടുക്കുന്ന ഭരണാധികാരികളെ എത്തിച്ചത് എന്തുകൊണ്ടാണ്? അവർ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ടാണ്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായത് എന്തുകൊണ്ടാണ്? അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ടാണ്. അതായത് തിന്മകൾ സംഭവിച്ചാൽ അതിന്റെ ദോഷം നമ്മൾ അനുഭവിക്കേണ്ടി വരും. തിന്മകളിൽ മുഴുകിയാൽ അതിന്റെ അനന്തര ഫലങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. മുൻഗാമികളുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാം. എന്നിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് കൊടുക്കുകയാണ് ഖാല ഇമാം അഹ്മദ് പറഞ്ഞു ഹദ്ദസനാ الوليد بن مسلم حدثنا صفوان بن عمرو حدثني عبد الرحمن بن جبير بن نفير عن أبيه قال لما فتحت قبرص ففرق ബൈന അഹ്ലിഹ ഖബ്റസ് എന്നുള്ള ഒരു പ്രദേശം അത് വിജയിക്കപ്പെട്ടപ്പോൾ സഹാബികളുടെ കാലത്ത് അങ്ങനെ അവരുടെ ആളുകളെല്ലാം തടവിലാക്കി വെച്ച സമയത്ത് ഫബക്കാ ബഅദുഹും ഇലാ ബഅദ് ആ തടവിലാക്കപ്പെട്ടവർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റഅയ്തു അബൂദർദ ജാലിസൻ വഹ്ദഹു യബ്കി എന്നാൽ അബൂദർദ റളിയല്ലാഹു അൻഹു മുസ്ലിമാണ്, ആ സൈന്യത്തിലുള്ളതാണ്. അബൂദർദ റളിയല്ലാഹു അൻഹു അവിടെ ഇരുന്നിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് കരയണ കണ്ടു. അപ്പോ ഫഖുൽതു ഞാൻ ചോദിച്ചു يا أبو الدرداء ما يبكيك في يوم أعز الله فيه الإسلام وأهله ഇസ്ലാമിലും അതിന്റെ ആളുകൾക്കും ഇങ്ങനെ ഇസ്സത്തും പ്രതാപും നൽകിയിട്ടുള്ള ഈ ദിവസത്തിൽ നിങ്ങൾ എന്തിനാ ഇവിടെ ഇരുന്ന് കരയുന്നത്? ഫഖാൽ അപ്പോൾ അദ്ദേഹം പറഞ്ഞു വൈഹക യാ ജുബൈർ നിനക്ക് നാശം ജുബൈർ മാ ഹവനൽ ഖൽഖ അലല്ലാഹ് ഇദാ അദാഉ അംറഹ അല്ലാഹുവിന്റെ കൽപ്പന പാഴാക്കിയിട്ടുള്ള ഒരു അടിമയേക്കാൾ അവൻ എന്തൊരു നിന്ദ്യനാണ് അല്ലാഹുവിന്റെ അടുക്കൽ. അള്ളാഹുവിന്റെ ഒരു കൽപ്പന പാഴാക്കിയിട്ടുള്ള ഒരു അടിമ എന്തൊരു നിന്ദ്യനാണ്. ബൈനാഹിയ ഉമ്മത്തുൻ ഖാഹിറത്തുൻ ളാഹിറ ലഹുമുൽ മുൽക്ക് തറകൂ അംറല്ലാഹ് ഫസാറു ഇലാ മാ തറ ഈ ഖൗമിനെ നീ കണ്ടില്ലേ? ഈ നാട്ടുകാരെ കണ്ടില്ലേ? അവർക്ക് വലിയ പ്രതാപം ഉണ്ടായിരുന്നു, അവർക്ക് സമ്പത്തും അധികാരം ഉണ്ടായിരുന്നു. പക്ഷെ അള്ളാഹിന്റെ കൽപ്പന അവർ ധിക്കരിച്ചു. ഇന്നിപ്പോ അവർ കണ്ടില്ലേ അടിമകളായിട്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ആയിട്ടുള്ളത്. അഥവാ അള്ളാഹിനെ ധിക്കരിച്ചു കഴിഞ്ഞാൽ അതിന്റെ അനന്തര ഫലം അനുഭവിക്കേണ്ടി വരും. وقال علي بن الجعد أنبأنا شعبة عن عمرو بن مرة قال سمعت أبا البختري يقول أخبرني من سمع النبي صلى الله عليه وسلم يقول നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി പറയാൻ ലൻ യഹ്ലികൻ നാസു ഹത്താ യുഅദറു മിൻ അൻഫുസിഹിം ഒരു കൂട്ടരെയും അല്ലാഹു നശിപ്പിക്കില്ല അവരിൽ നിന്ന് തന്നെ ഉദറില്ലാതെ. അതാ അവരതിന് യോഗ്യനാണ്, അവരതിന് അർഹനാണ്, ഈ ശിക്ഷ കിട്ടാൻ അവൻ അതിനുള്ള പ്രവർത്തനം അവന് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഉദർ പറയാൻ, അതായത് വേറൊരു ഉദർ ബോധിപ്പിക്കാൻ ഞാൻ എന്തിനാ അങ്ങനെ ആവുന്നത്, സ്വന്തത്തിൽ അവന് ബോധ്യപ്പെടും ഒരു ശിക്ഷ വരുമ്പോ ഇതിന് ഞാൻ അർഹനാണ്, ഇത് എനിക്ക് കിട്ടേണ്ടതാണ് എന്നുള്ള ബോധം വരാതെ അള്ളാഹു ഒരാളെ നശിപ്പിക്കൂല. അഥവാ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ടാണ് അതുണ്ടാകുന്നത് എന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വഫി മുസ്നദിൽ ഇമാം അഹ്മദ് من حديث سلمة قالت سمعت رسول الله صلى الله عليه وسلم يقول നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു إذا ظهرت المعاصي في أمتي عمهم الله بعذاب من عنده ഒരു സമൂഹത്തിൽ
തിന്മകൾ പ്രകടമായി കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ അവർക്ക് പൊതുവായിട്ടാണ് വരിക, അവർക്ക് മൊത്തമായിട്ടാണ് സംഭവിക്കുക. ഫഖുൽതു, അപ്പൊ ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, അമാ ഫീഹിം യൗമഇദിൻ ഉനാസുൻ സ്വാലിഹൂൻ, അപ്പൊ ആ കൂട്ടത്തിൽ സ്വാലിഹീങ്ങളായ ആളുകൾ ഉണ്ടെങ്കിലോ, നല്ല ആളുകൾ ഉണ്ടെങ്കിലോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ബലാ. ഖുൽതു ഫകൈഫ യുസ്നഉ ബിഉലൈക, അപ്പൊ അവരുടെ അവസ്ഥ എന്തായിരിക്കും? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുസീബുഹും മാ അസ്വാബൻ നാസ്, അവിടെ മൊത്തത്തിൽ ബാധിക്കുന്നത് അവരെയും ബാധിക്കും. ثم يصيرون الى مغفرة من الله ورضوان, പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തിലേക്കും അല്ലാഹുവിന്റെ തൃപ്തിയിലേക്കും അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. അഥവാ ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ അവർ സുരക്ഷിതമായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അതുപോലെ വഫിൽ മുസ്നദ് മിൻ ഹദീസ് സൗബാൻ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന റജുല ലയുഹ്റമു റിസ്ഖ ബിദംബി യുസീബുഹു, ഒരടിമ അവൻ ചെയ്ത തിന്മ കാരണത്താൽ, പാപം കാരണത്താൽ അവന്റെ റിസ്ഖ് അവന്റെ മേലെ തടയപ്പെടും, അവനുള്ള ഉപജീവനം അവന്റെ മേലെ തടയപ്പെടും. തിന്മകളുടെ അനന്തരഫലമാണ്. ഇനി സഹോദരങ്ങളെ, മുസ്ലിമീങ്ങൾക്ക് മൊത്തത്തിൽ നിന്ദ്യത വരാൻ തിന്മകൾ കാരണമാണ്. وفيه ايضا مسند തന്നെ الحديث عنه قال قال رسول الله صلى الله عليه وسلم, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, يوشك ان تتداعى عليكم الامم من كل افق كما تداعى الاكلة على قصعتها, ഭക്ഷണക്കൊതിയന്മാര് ഭക്ഷണത്തളികയിലേക്ക് കൈനീട്ടി വരുന്നത് പോലെ എല്ലാ ഭാഗത്തു നിന്നും നിങ്ങളുടെ നേരെ ശത്രുക്കൾ വരാനുള്ള സമയം അടുത്ത് തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു. ഖുൽന, അപ്പൊ സഹാബികൾ ചോദിച്ചു, സഹാബികൾ അന്ന് വളരെ ഇസ്സത്തുള്ള സമയമാണ്. സഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് അമിൻ ഖില്ലത്തിൻ ബിനാ യൗമഇദിൻ, ഞങ്ങൾ അന്നേ ദിവസം കുറവായതുകൊണ്ടാണോ, ഞങ്ങൾ ആളുകൾ എണ്ണത്തിൽ കുറവായതുകൊണ്ടാണോ ചോദിച്ചു. ഫഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൻതും യൗമഇദിൻ കസീർ, അത് നിങ്ങൾ കുറെ ആളുകൾ ഉണ്ടാകും. വലാകിന്നകും ഗുസാഉൻ കഗുസാഇസ് സൈൽ, പക്ഷേ ഏതെങ്കിലും ഒരു വെള്ളപ്പാച്ചൽ ഒഴുകി വരുന്ന ചപ്പ് ചവറുകളെ പോലെ ആയിരിക്കും ഉണ്ടാവുക. തുൻസഉൽ മഹാബതു മിൻ ഖുലൂബി അദുവിക്കും, നിങ്ങളുടെ കുറിച്ചുള്ള ഭയം, നിങ്ങളെ കുറിച്ചിട്ടുള്ള ഭയം ശത്രുക്കളുടെ ഹൃദയത്തിൽ നിന്ന് ഇല്ലാതാക്കി കൊടുക്കും. മുസ്ലിമുകളെ കുറിച്ച് അവർക്കൊരു ഭയം ഉണ്ടാവില്ല, ഒരു ഹൈബത്ത് ഉണ്ടാവില്ല, ഒരു ഭയം പോലത്തെ ഒരു ആദരവ്, ആ ഒരു അവസ്ഥ ഉണ്ടാവില്ല. വയുജഅലു ഫീ ഖുലൂബിക്കും അൽ വഹൻ, മുസ്ലിമുകളോട് പറയാണ്, നിങ്ങളുടെ കൽബിൽ അല്ലാഹു വഹൻ ഇട്ട് തരുകയും ചെയ്യും. വഹൻ എന്ന് പറഞ്ഞാൽ, അപ്പൊ ചോദിച്ചു, അമൽ വഹൻ, എന്താണ് റസൂലെ വഹൻ? അപ്പോ റസൂലുള്ളാഹി പറഞ്ഞു, ഹുബ്ബുദ് ദുനിയാ വകറാഹത്തുൽ മൗത്ത്, ദുനിയാവിനോടുള്ള ഇഷ്ടവും മരണത്തിനോടുള്ള വെറുപ്പുമാണ്. അഥവാ ദുനിയാവിനോടും സമ്പത്തിനോടുള്ള അമിതമായ ഇഷ്ടവും അള്ളാഹുവിന്റെ മാർഗത്തിൽ മരണപ്പെടാനുള്ള ഭയവും വെറുപ്പും, അതാണ് ഇതിനുള്ള കാരണം. അഥവാ ദുനിയാവിനോടുള്ള ഇഷ്ടവും തിന്മകളോടുള്ള താല്പര്യങ്ങളും അതിൽ മുഴുകുന്നതും ഈ ഒരു അവസ്ഥയിലേക്കാണ് നമ്മെ നയിക്കുക. അതുപോലെ വദക്കറ ഇബ്നു അബി ദുനിയ മിൻ ഹദീസ് ജഅഫർ ഇബ്നു മുഹമ്മദ് അൻ അബീഹി അൻ ജദ്ദിഹി ഖാല ഖാല അലി റളിയല്ലാഹു അൻഹു പറയാണ്, യഅതി അലൻ നാസി സമാനുൻ, ജനങ്ങൾക്കൊരു കാലം വരാനുണ്ട്, ലാ യബ്ഖി മിനൽ ഇസ്ലാമി ഇല്ലാ ഇസ്മുഹു, അവരിൽ ഇസ്ലാമിന്റെ പേര് മാത്രമല്ല അതൊന്നും ഉണ്ടാവില്ല, ഇസ്ലാമിന്റെ വിശേഷങ്ങൾ അവരുണ്ടാവില്ല. വലാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു, ഖുർആനിൽ ആ എഴുത്തല്ലാതെ അതിൽ നിന്നൊരു ഉപകാരം അവർക്ക് ലഭിക്കുന്നുണ്ടാവില്ല. മസാജിദുഹും യൗമഇദിൻ ആമിറത്തുൻ, മസ്ജിദുകൾ എന്ന് പറഞ്ഞാൽ വെറുതെ കെട്ടിടങ്ങൾ മാത്രമായി ഉള്ള അവസ്ഥയായിരിക്കും. വഹിയ ഖറാബും മിനൽ ഹുദ, അവിടെ നേർമാർഗ്ഗം ലഭിക്കില്ല ആ മസ്ജിദുകളിൽ. ഉലമാഉഹും ശർറു മൻ തഹ്ത അദീമിസ് സമാ, അന്നുള്ള പണ്ഡിതന്മാർ ഈ ആകാശത്തിന് കീഴിലെ ഏറ്റവും ഷർറ് നിറഞ്ഞ ആളുകളായിരിക്കും. മിൻഹും ഖറജത്തുൽ ഫിത്ന, അവരിലാണ് ഫിത്ന ഉണ്ടാവുക. വഫീഹിം തഊദ്, അവരിലേക്കാണ് അത് മടങ്ങുകയും ചെയ്യുക. അന്ത്യനാളിനോടടുത്ത് ഈ സമൂഹം അത്രത്തോളം നശിച്ചു പോകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ മിൻ ഹദീസ് سماك بن حرب عن عبد الرحمن بن عبد الله بن مسعود عن أبيه ലൈഫാണ്. അപ്പോൾ വേറൊരു ഹദീസ് നമ്മൾ സുഹൃത്ത് ഓർമ്മിപ്പിച്ചായിരുന്നു. നമ്മൾ മുമ്പ് കഴിഞ്ഞ ദർസിലോ മുമ്പത്തെ ദർസിലോ പറഞ്ഞു, ഒരാൾ 10 ദിർഹമിൽ 1 ദിർഹം ഹറാമായിട്ടുള്ള ഒരു സമ്പത്ത് കൊണ്ട് എന്തെങ്കിലും വസ്ത്രം വാങ്ങിയാൽ നിസ്കാരം സ്വീകരിക്കപ്പെടില്ല എന്നുള്ളത്. ആ ഹദീസ് ലൈഫാണ്. ഇതിൽ ഒരുപാട് ലൈഫ് ഹദീസുകളുണ്ട്, ഞാനത് വിട്ടിട്ടാണ് വായിക്കാറ്. പക്ഷെ അത് നോക്കിയപ്പോൾ എന്തോ മാറിപ്പോയി, തഖ്രീജ് നോക്കിയപ്പോൾ മാറിപ്പോയിട്ട് വായിച്ചതാണ്. അത് ലൈഫാണ്, നമ്മൾ സുഹൃത്ത് ഓർമ്മിപ്പിച്ചു. ജസാഹുല്ലാഹു ഖൈറ. ഇൻഷാ അല്ലാഹ് തിരുത്തണം. വമിൻ മറാസിൽ ഹസൻ ബസീർ റഹിമഹുല്ലാ പറഞ്ഞതായിട്ടുള്ള
ഒരു അസൽ കാണാം, ഇദാ അൽഹറ അന്നാസുൽ ഇൽമ വളയ്യഉ അൽ അമൽ, ജനങ്ങളിൽ ഇൽമ് ഉണ്ടാവുകയും അമല് പാഴാക്കുകയും ചെയ്താൽ, വതഹാബു ബിൽ അൽസുൻ, നാവ് കൊണ്ട് പരസ്പരം ഇഷ്ടമുണ്ടെന്ന് അവർ പറയും, വതബാഗദു ബിൽ ഖുലൂബ്, പക്ഷെ കൽബ് കൊണ്ട് അവർ പരസ്പരം വെറുക്കുകയായിരിക്കും, വതഖാതഉ അൽ അർഹാം, കുടുംബ ബന്ധങ്ങൾ അവർ മുറിക്കും, ലഅനഹുമുല്ലാഹു ഇൻദ ദാലിക് ഫഅസമ്മഹും വഅമാ ബുസാറഹും, അവർക്ക് അല്ലാഹുവിന്റെ ശാപം ഉണ്ടാവും, അതിൽ കാഴ്ചയുള്ളവർ പോലും അവർ അന്ധന്മാരായി മാറുന്ന അവസ്ഥയാണ് ഉണ്ടാവുക എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാം. ചുരുക്കത്തിൽ ഇനിയും ഈ വിഷയത്തിൽ ഹദീസുകളുണ്ട്, തിന്മകളുടെ അനന്തര ഫലങ്ങളായിട്ട് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന കാര്യങ്ങൾ എന്നുള്ളത്. അപ്പൊ പാപങ്ങൾ എന്നുള്ളത് എല്ലാവിധ നഷ്ടത്തിന്റെയും ദുനിയാവിലും പരലോകത്തും ഒരടിമക്ക് ഉണ്ടാകുന്ന ദോഷത്തിന്റെയും കാരണം അവന്റെ തിന്മകളായിരിക്കും. ഇനി ഈ പാപത്തിന്റെ അനന്തരഫലങ്ങൾ ഓരോന്നായിട്ട് തന്നെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഇതിന്റെ അടുത്ത ബാബുകളിലായിട്ട് ധാരാളം അനന്തരഫലങ്ങൾ ഒരു അടിമക്ക് അനുഭവിക്കേണ്ടി വരുന്നത് ഉഖൂബാത്തുൽ മആസി എന്ന് പറഞ്ഞ് എണ്ണി പറയുന്നുണ്ട്. നമ്മളത് ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തിന്മകളിൽ നിന്ന് അകന്ന് അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി.